ഒരു സെൻട്രൽ ഗവൺമെൻറ് ഫാർമസിസ്റ്റ് ഒരു മാസം എത്ര രൂപ സമ്പാദിക്കുന്നുണ്ടെന്ന് നോക്കിയാലോ. ഏകദേശ കണക്കല്ല, ഒരു TA, DA, HRA, അലവൻസ് എല്ലാം ചേർത്തിട്ടുള്ള ടോട്ടൽ സാലറിയും അത് കഴിഞ്ഞിട്ടുള്ള ഇൻഹാൻഡ് സാലറി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിപ്പോൾ ഈ ഫാർമസിസ്റ്റ് വേക്കൻസീസ് 80% വരുന്നത് റെയിൽവേ, ESIC ഹോസ്പിറ്റൽ, എയിംസ് ഹോസ്പിറ്റൽ, CGHS, സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീം ഇവിടെയൊക്കെയാണ് വരുന്നത്. 80% ഫാർമസിസ്റ്റ് അബ്സോർബ് ആയി പോകുന്നത് ഈ മേജർ 4 റിക്രൂട്ട്മെൻറ്റ് ബോഡീസ് വഴിയാണ്. റിമൈനിങ് 20% വരുന്നത് അതർ ഓട്ടോണോമസ് ബോഡീസ് വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഇനി പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫാർമസിസ്റ്റ് എൻട്രി ലെവൽ കയറുമ്പോൾ ലെവൽ 5 ആണ് പേ സ്കെയിൽ. പിന്നെ 2 കൊല്ലത്തെ നോട്ടീസ് പീരീഡിന് ശേഷം ലെവൽ 6 ആവും. ഇപ്പോൾ ലെവൽ 5 പേ സ്കെയിൽ എന്ന് പറയുമ്പോൾ 29,200 to 92,300 ആണ്. ഇത് ബേസിക് പേ ആണ്. ഇതിൻ്റെ കൂടെ ബാക്കി അലവൻസും കൂടി ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ എമൗണ്ടിൽ ഒരു വ്യത്യാസം വരും. പിന്നെ വേറെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് സെൻട്രൽ ഗവൺമെൻറ് ഫാർമസിസ്റ്റിന്? കാഷ്വൽ ലീവ് ഉണ്ട്, ഏൺഡ് ലീവ് ഉണ്ട്, സിക്ക് ലീവ്, ഗ്രാറ്റുവിറ്റി, പെൻഷൻ, മെറ്റേണിറ്റി ലീവ് ഉണ്ട്. മെറ്റേണിറ്റി ലീവ് 6 months ആണ് കൊടുക്കുന്നത്. ദെൻ പെറ്റേണിറ്റി ലീവ് 15 days പെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നുണ്ട്. ദെൻ ട്രാവൽ അലവൻസ്, 3rd AC ടിക്കറ്റ് 2 കൊല്ലം കൂടുമ്പോൾ അവർ ഒരു ടിക്കറ്റ് വെച്ച് എടുത്തു തരുന്നതാണ്. ദെൻ ചൈൽഡ് സപ്പോർട്ട് ഉണ്ട്, അത് മാരീഡ് കപ്പിൾസിനാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ബെനിഫിറ്റ്സ് ആണ്. ഇനി നമുക്ക് പേ സ്കെയിലേക്ക് കിടക്കാം. അതിനു മുന്നേ സിറ്റീസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാനുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് 3 സിറ്റീസായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. 3 തരം സിറ്റീസ്. അതിൽ എക്സ് സിറ്റീസ്, വൈ സിറ്റീസ്, സെഡ് സിറ്റീസ്. എക്സ് സിറ്റീസ് എന്ന് പറയുമ്പോൾ ജീവിത ചെലവ് കൂടുതലുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിനാണ് എക്സ് സിറ്റീസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെയുണ്ട് അതിൽ? ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ, അഹമ്മദാബാദ്. ഇത്രയാണ് എക്സ് സിറ്റീസ് കാറ്റഗറികൾ. ഇവിടെയൊക്കെ ജീവിത ചെലവ് കൂടുതലാണ്, അതുകൊണ്ടാണ് എക്സ് സിറ്റീസ് ആയിരിക്കുന്നത്. ദെൻ ജീവിത ചെലവ് കുറച്ച് കുറവുള്ള സിറ്റീസ്, വൈ സിറ്റീസ്. നമ്മുടെ കേരളത്തിലെ 2-3 സിറ്റീസ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്. ദെൻ റിമൈനിങ് കുറച്ച് സിറ്റീസും കൂടി ഉണ്ട്. ദെൻ ഇതിലൊന്നും പെടാത്തതാണ് സെഡ് സിറ്റീസ്. റൂറൽ ഏരിയാസ്, വേറെ അതർ സിറ്റീസ്, ഇതൊക്കെയാണ് ഇതിൽ സെഡ് സിറ്റീസ് ആയിട്ട് ഉൾപ്പെടുന്നത്. ഇനി നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്ന ഒരു എക്സ് സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എത്രയായിരിക്കും? ബേസിക് പേ 29,200 ആണ്. അത് എല്ലാ സിറ്റീസിലും സെയിം ആണ്. ദെൻ ഡിയർനെസ് അലവൻസ് 60% ഓഫ് ബേസിക് പേ, അതും എല്ലാവർക്കും സെയിം ആണ്. 17,520 rupees വരുന്നുണ്ട് അല്ലേ. ദെൻ HRA, ഹൗസിംഗ് റെൻറ്റ് അലവൻസ്. എക്സ് സിറ്റീസിൽ ജീവിത ചെലവ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് HRA ഇവിടെ 30% ഓഫ് ബേസിക് പേ ആണ് കൊടുക്കുന്നത്. 30% എന്ന് പറയുമ്പോൾ 8,760 rupees ഹൗസിംഗ് റെൻറ്റ് അലവൻസ് ആയിട്ട് തരുന്നുണ്ട്. ദെൻ ട്രാൻസ്പോർട്ട് അലവൻസ്, ട്രാവൽ അലവൻസ് എന്ന് വിളിക്കാം, അത് നമുക്ക് 3,600 rupees കിട്ടുന്നുണ്ട്. ദെൻ DA ഓൺ ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുമ്പോൾ അത് 60% ആഡ് ആവുന്നുണ്ട്. 2,160 rupees കൂടി ആഡ് ആവുന്നുണ്ട്. ടോട്ടൽ നമുക്ക് ട്രാൻസ്പോർട്ട് അലവൻസ് കിട്ടുന്നത് 5,760 rupees ആണ്. ദെൻ HPCA എന്ന് കാണുന്നുണ്ട് അല്ലേ. HPCA എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ പേഷ്യൻറ്റ് കെയർ അലവൻസ്. അതായത് ഡയറക്റ്റ് ആയിട്ട് പേഷ്യൻസുമായി കോണ്ടാക്റ്റ് വരുന്ന ഫാർമസിസ്റ്റ് ആണ് നിങ്ങളെങ്കിൽ, അതായത് ഹോസ്പിറ്റൽ OPDയിലൊക്കെ പോസ്റ്റിംഗ് കിട്ടുന്ന ഫാർമസിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ്റെ റിസ്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് 5,125 rupees അഡീഷണൽ ആയിട്ട് തരുന്നുണ്ട്. അതാണ് HPCA. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വെയർ ഹൗസ്, ലോജിസ്റ്റിക്കൽ ഏരിയാസ്, അവിടെയൊക്കെയാണ് പോസ്റ്റിംഗ് കിട്ടുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഈ HPCA നിങ്ങളുടെ സാലറി സ്ലിപ്പിൽ ഉണ്ടായിരിക്കില്ല. അതിനുശേഷം പെൻഷൻ ആണ് തരുന്നത്. NPS എംപ്ലോയർ ഷെയർ എന്ന് പറയുമ്പോൾ അത് 6,459 rupees വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ ഇൻ ഹാൻഡ് സാലറി കിട്ടുന്നത് 72,824 rupees. ഒരു എക്സ് സിറ്റിയിൽ പോസ്റ്റിംഗ് കിട്ടിയ ഫാർമസിസ്റ്റിന് ടോട്ടൽ സാലറി കിട്ടുന്നത് 72,824 rupees ആണ്. ഇതിൽ ഡിഡക്ഷൻ ഒരു 11,000 12,000 rupees ഡിഡക്ഷൻ വരുന്നുണ്ട്. അത് മെയിൻലി നിങ്ങളുടെ പെൻഷൻ ഡിഡക്ഷനാണ്. പിന്നെ ഇൻഷുറൻസിലേക്ക് ഒരു ചെറിയ പ്രീമിയം നിങ്ങൾക്ക് അതിൽ നിന്ന് ഡിഡക്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻഡയറക്ട്ലി ബെനിഫിറ്റ് വരുന്നതാണ് ഈ 2 കാര്യങ്ങളും. സോ ആ ഡിഡക്ഷൻ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് 61,501 rupees കിട്ടുന്നുണ്ട്. ഇനി വൈ സിറ്റീസ് നോക്കാം. വൈ സിറ്റീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ബേസിക് പേ സെയിം ആണ്, 29,200. ഡിയർനെസ് അലവൻസ് DA അതും സെയിം ആണ്, 60%. HRA 20% എക്സ് സിറ്റീസിൽ 30% ആയിരുന്നു. ഇവിടെ ജീവിത ചെലവ് കുറച്ച് കുറവാണ്,
അതുകൊണ്ട് 20% ഓഫ് ബേസിക് പേ ആണ് HRA ആയിട്ട് തരുന്നത്. അത് 5,840 റുപ്പീസാണ് കിട്ടുന്നത്. ട്രാൻസ്പോർട്ട് അലവൻസ് 1,800 റുപ്പീസാണ്. നിങ്ങൾ എക്സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് 3,600 റുപ്പീസ് കിട്ടുമായിരുന്നു. ഇവിടെ അതിൻ്റെ നേരെ പകുതിയാണ് ട്രാൻസ്പോർട്ട് അലവൻസ്, 1,800 റുപ്പീസാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് HPCA അത് സെയിം ആണ്. NPS പെൻഷൻ ഇത് കോൺട്രിബ്യൂഷൻ അതും സെയിം ആണ്. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ സാലറി കിട്ടുന്നത് 67,024 റുപ്പീസാണ്. ഇതിന്ന് പെൻഷൻ കോൺട്രിബ്യൂഷൻ, സ്റ്റേറ്റ് ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഇതൊക്കെ ഒഴിവാകുമ്പോൾ നിങ്ങൾക്ക് ഇൻ ഹാൻഡ് സാലറി കിട്ടുന്നത് 55,701 റുപ്പീസാണ്. ഇനി നമുക്ക് സ്റ്റേറ്റ് സിറ്റീസ് നോക്കാം. അതായത് ജീവിത ചെലവ് താരതമ്യേന കുറഞ്ഞ സിറ്റി, റൂറൽ ഏരിയാസൊക്കെ വരും ഇതിൽ. അപ്പോൾ സ്റ്റേറ്റ് സിറ്റിയിൽ ബേസിക് പേ സെയിം ആണ്, DA സെയിം ആണ്, ഹൗസിംഗ് റെൻ്റ് അലവൻസ് HRA ഇവിടെ 10% മാത്രമേ HRA കൊടുക്കുന്നുള്ളൂ. എക്സ് സിറ്റിയിൽ 30 ആയിരുന്നു, Y സിറ്റിയിൽ 20, സെറ്റ് സിറ്റീസ് എത്തുമ്പോൾ അത് 10%, 10% ഓഫ് ബേസിക് പേ 2,920 റുപ്പീസാണ് വരുന്നത്. ട്രാൻസ്പോർട്ട് അലവൻസ് Y സിറ്റിയോട് സിമിലർ ആണ്, 1,800 റുപ്പീസ് വരുന്നുണ്ട്. ദെൻ HPCA നിങ്ങൾക്ക് സെയിം ആണ്, പെൻഷൻ ഷെയറും സെയിം ആണ്. ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുന്നത് 64,104 റുപ്പീസ്. അതിന് ഡിഡക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് 52,781 റുപ്പീസ്. ഇനി എല്ലാ സിറ്റീസും കൂടി അതിൻ്റെ ടോട്ടൽ സാലറി, ഇൻഹാൻഡ് സാലറി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇങ്ങനെയാണ് കമ്പാരിസൺ വരുന്നത്. എക്സ് സിറ്റീസിൽ നിങ്ങൾക്ക് കൂടുതലാണ്, കാരണം നിങ്ങൾക്ക് ജീവിത ചെലവ് കൂടുതലാണ്, അവിടെ ട്രാഫിക് കൂടുതലാണ്, അവിടെ പ്രൈസസ് കൂടുതലാണ് സാധനങ്ങൾക്കുള്ള. സോ അവിടെ നിങ്ങൾക്ക് സാലറി കൂടുതലായിരിക്കും, ഇൻഹാൻഡ് സാലറിയും കൂടുതൽ കിട്ടും. ഏറ്റവും കുറവ് Y സിറ്റീസിലാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ കമ്പാരിസൺ പറയാമെങ്കിലും ഇത് നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം അനുസരിച്ചിരിക്കും. നിങ്ങൾ കൂടുതൽ ടൗൺ ഏരിയയോട് അടുത്ത് നിൽക്കുന്ന പ്രദേശത്താണ് നിങ്ങൾ സ്റ്റേ എങ്കിൽ നിങ്ങളുടെ റെൻറ്റ് എല്ലാം സ്വാഭാവികമായിട്ട് കൂടും. നിങ്ങളൊരു 1 BHK ഫ്ലാറ്റ് എടുത്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ സെറ്റ് സിറ്റീസ് ആണെങ്കിലും നിങ്ങളുടെ ജീവിത ചെലവ് കൂടും. അത് വേണ്ട, നിങ്ങൾക്കൊരു ഡോർമെട്രി മതി, ഹോസ്റ്റൽ സൗകര്യം മതി, മെസ്സ് മതി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇൻഹാൻഡ് സാലറിയും കൂടും. അപ്പോൾ ഇതൊക്കെ ഒരു സ്പെൻഡിങ് ഹാബിറ്റ്സ് അനുസരിച്ചിട്ടുള്ള ഡിസിഷൻസ് അനുസരിച്ചിട്ടുള്ളതാണ് ലാസ്റ്റ് കയ്യിൽ സാലറി ഉണ്ടാവും. ഇനി ബോണസ് പോയിൻ്റ് ആണ്. ബോണസ് പോയിൻ്റ് പറയുമ്പോൾ 8th പേ കമ്മീഷൻ. ഇപ്പോൾ കറൻ്റ്ലി പോകുന്നത് 7th പേ കമ്മീഷനാണ്. ഒരു പേ കമ്മീഷൻ്റെ വാലിഡിറ്റി പറയുമ്പോൾ 10 years ആണ്. ലാസ്റ്റ് റിവൈസ് ചെയ്ത് 2015 സോ 2025 അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു. ഇനി 2026 മുതൽ 8th പേ കമ്മീഷൻ ഡിസൈഡ് ചെയ്യുന്ന പേ സ്കെയിൽ അനുസരിച്ചാണ് നമുക്ക് സാലറി കിട്ടാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല കമ്മിറ്റി. റിപ്പോർട്ട് ഒരു 2026 എൻഡ് ആകുമ്പോൾ അല്ലെങ്കിൽ 2027 ജനുവരി ആകുമ്പോൾ അവർ റിപ്പോർട്ട് കൊടുക്കും. അതിനനുസരിച്ച് കൊടുക്കുന്ന ഫിറ്റ്മെൻറ്റ് ഫാക്ടർ അവർ ഡിസൈഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സാലറിയിൽ ഒരു ഇൻക്രീസ് പ്രതീക്ഷിക്കാം. ഇതിൽ ബോണസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എഫക്റ്റീവ് ഫ്രം ജനുവരി 2026 ഓൺവേർഡ്സ്. അതായത് അവർ ഡിസൈഡ് ചെയ്യാൻ കുറച്ച് കാലതാമസം എടുത്താലും, ഒരു 10 മാസം കഴിഞ്ഞിട്ടൊക്കെ ഡിസൈഡ് ചെയ്യുന്നുള്ളതെന്ന് വെച്ചാലും, നമുക്ക് തരാനുള്ള മുന്നേ ജനുവരി മുതൽ കിട്ടാനുള്ള എമൗണ്ട് അവർ ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഇപ്പോൾ നമുക്ക് 7th പേ അനുസരിച്ചിട്ടാണ് കിട്ടുന്നത്. ഇതും അവർ ഡിസൈഡ് ചെയ്യുന്ന ഫിറ്റ്മെൻറ്റ് ഫാക്ടർ അനുസരിച്ചുള്ള ഡിഫറൻസും കൂടി അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് തരാനുള്ള ഒരു എമൗണ്ട് ഫിക്സഡ് ആയിരിക്കും. അതവർ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരുമിച്ചൊരു 1.5 lakh 2 lakh ഒക്കെ ആയിട്ട് ഒരുമിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തരും. അതാണ് ഈ ഇതിൽ ഡിസൈഡ് ചെയ്യാനുള്ളത്. കേരളത്തിൽ നിന്ന് മാക്സിമം ഫാർമ ഗ്രാജുവേറ്റ്സിന് സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ചാനൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ജോബ് അപ്ഡേറ്റ്സ് ആയാലും ഗൈഡ് ലൈൻസ് ആയാലും നോട്ടിഫിക്കേഷൻസ്, അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു, ബെസ്റ്റ് ഓഫ് ലക്ക്.